ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് PSC 2024 ചോദിച്ച എല്ലാ കറൻറ്റ് അഫയേഴ്സ് ചോദ്യങ്ങളും പഠിക്കാം. 2024 നടത്തിയ പല എക്സാമുകളിലത്തെ കറൻറ്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസുകൾ മാത്രമായിട്ട് സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? സോർസൻ. 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് സോർസൻ. 2023 3 വന്യജീവി സങ്കേതങ്ങളാണ് രാജസ്ഥാനിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്ന് സോർസൻ, ബാരലിലെ സോർസൻ. മറ്റ് 2 വന്യജീവി സങ്കേതങ്ങളാണ് ഗിച്ചൻ അതുപോലെ ഹമീർഗർ. അപ്പോൾ സോർസൻ, ഗിച്ചൻ, ഹമീർഗർ എന്നീ 3 വന്യജീവി സങ്കേതങ്ങളാണ് 2023 രാജസ്ഥാനിൽ ഉണ്ടായത്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ IAS. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ IAS. അപ്പോൾ ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ IAS. അപ്പോൾ ദേശീയ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ IAS, ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയും. അപ്പോൾ കേരളത്തിലെ ദേശീയ വിവരാവകാശ കമ്മീഷണറും ഏകദേശം ഹായിലാണ് പേര് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓർത്ത് വെക്കുക. ഒന്ന് ഹരിനായർ IASഉം മറ്റേത് ഹീരാലാൽ സമരിയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള സാമൂഹ്യ നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ സുനീതി. കേരള സാമൂഹ്യ നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ സുനീതി. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളി പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ്? രംഗശ്രീ. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളി പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് രംഗശ്രീ. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? അഖിൽ P. ധർമ്മജൻ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. ഇതിൻ്റെ രചയിതാവാണ് അഖിൽ P. ധർമ്മജൻ. ഈ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉണ്ടാക്കുന്നു, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. ഈ 2 പ്രസ്താവനകളാണ് ഈ ഗവേണൻസിനെ പറ്റി ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. കേരള ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് കേരള ചീഫ് ജസ്റ്റിസ്. ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ളത് ആശിഷ് ജിതേന്ദ്ര ദേശായി ആയിരുന്നു. 2024 ജൂലൈ 4 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പീരീഡ്. അടുത്ത ചീഫ് ജസ്റ്റിസായി അധികാരത്തിൽ കയറുന്നത് നിതിൻ ജംദാർ ആണ് അടുത്ത കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി, അടുത്തതായിട്ട് അധികാരത്തിൽ കയറുന്നത് നിതിൻ ജംദാർ. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. നിലവിലെ ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള. ചന്ദ്രയാൻ 1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആണ് അണ്ണാദുരൈ. ചന്ദ്രയാൻ 3യുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? ഡോക്ടർ P. വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3യുടെ പ്രോജക്റ്റ് ഡയറക്ടറാണ് ഡോക്ടർ P. വീരമുത്തുവേൽ. അടുത്ത ക്വസ്റ്റ്യൻ. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി? ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് 2023 വയലാർ അവാർഡ് കിട്ടിയ കൃതി. 2023 വയലാർ അവാർഡ് ലഭിച്ച കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം. ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് 2023 വയലാർ അവാർഡ് ലഭിച്ചത്. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ചെറുധാന്യ വർഷം. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ചെറുധാന്യ വർഷം. എന്താണ് mRNA വാക്സിൻ? mRNA എന്ന് വെച്ചാൽ
മെസ്സഞ്ചർ RNA ആണ്. മെസ്സഞ്ചർ RNA സാധാരണയായി നമ്മൾ വാക്സിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഡെഡ് വൈറസോ ബാക്ടീരിയയുടെയോ ഇതാണ് വാക്സിനായിട്ട് നമ്മൾ ശരീരത്തിലേക്ക് കടത്തിവിടുന്നത്. ഇത് ഡെഡായിട്ടുള്ള, അതായത് വൈറസിൻ്റെയോ പാർട്ടല്ല. ഇതൊരു മെസ്സഞ്ചർ RNA ആണ്. ഇത് നമ്മുടെ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ പ്രോട്ടീന് എതിരായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യും. ഈ ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിലെ രോഗകാരികളായ മറ്റ് കോശങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങും. ശരീരത്തിൽ ആൻറ്റിബോഡി ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ ഈ മെസ്സഞ്ചർ RNA സ്വയം ഇല്ലാതാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? കാലാവസ്ഥാ വ്യതിയാനം. ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? കാലാവസ്ഥാ വ്യതിയാനം. 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏത്? ബ്രസീൽ. 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്നത് രാജ്യം ഏത്? ബ്രസീൽ. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏതു താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകര. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ആശിഷ് ജിതേന്ദ്ര ദേശായി. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയാണ് തൃശ്ശൂർ. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം? സൗത്ത് ആഫ്രിക്ക. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്ക. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്ന്? 2014 നവംബർ 9. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2023 ആഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ISRO ചെയർമാൻ മോഹൻകുമാർ. ISRO ചെയർമാൻ സോമനാഥ്. സോമനാഥാണ് ISRO ചെയർമാൻ. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രം. ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ. അപ്പോൾ 1, 3, 4 എന്നീ പ്രസ്താവനകൾ കറക്റ്റായിട്ടുള്ളതാണ്. ബാക്കി ISRO ചെയർമാൻ മോഹൻകുമാർ തെറ്റ്, ISRO ചെയർമാൻ സോമനാഥ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവരും നന്നായി പഠിക്കുക, എല്ലാവരും നന്നായി പഠിക്കണം. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.